യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചന ചിന്തകൾ ധ്യാനിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. ഇത് നമ്മൾ 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 23-ാം വാക്യം വായിച്ച് പുതിയ ഒരു ആത്മീക ചിന്തകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചതായ വേദ ചിന്തകൾ എന്ന് പറയുന്നത്, ഈ ഭൂമിയിൽ നമ്മൾ ഈ ശരീരത്തിലായിരിക്കുമ്പോൾ എപ്രകാരം ദൈവത്തിൻ്റെ വചനം നമുക്ക് തരുന്ന ഉപദേശങ്ങൾക്ക് അനുസരിച്ച് ജീവിപ്പാൻ കഴിയും എന്നുള്ള ആത്മീക ചിന്തകളാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇന്ന് നമ്മൾ ഈ തെസ്സലോനിക്ക ലേഖനം വായിച്ച് ആരംഭിക്കുന്നതായ ഈ ഒരു ധ്യാന ചിന്തയും ആ ചിന്തകളുമായി തന്നെ ഒത്തുചേർന്ന് പോകുന്നതായ ചിന്തയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ദൈവവചന പ്രകാരം നമ്മൾ ഓരോരുത്തരും സൃഷ്ടിക്കപ്പെട്ടത്, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിലായിരിക്കുന്നത് 3 പ്രധാനപ്പെട്ട ഘടകങ്ങളോട് കൂടിയാണ്. വിശുദ്ധ ബൈബിൾ അതിനെ വിളിക്കുന്നത് ദേഹം, ദേഹി, ആത്മാവ് എന്നുള്ളതാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഈ ദേഹം, ദേഹി, ആത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. തീർച്ചയായിട്ടും നമ്മുടെ ദേഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്കറിയാം. നമ്മുടെ ശരീരം എന്താണ് ചെയ്യുന്നത്, ശരീരത്തിൻ്റെ പ്രവൃത്തി എന്താണെന്നുള്ളതും നമുക്കറിയാം. എന്നാൽ മനുഷ്യൻ പലപ്പോഴും ചിന്തിക്കാത്തതായ അല്ലെങ്കിൽ മനസ്സിലാക്കാത്തതായ 2 പ്രധാനപ്പെട്ട അവനിലുള്ള ഘടകങ്ങളാണ് ദേഹിയും അതേപോലെ തന്നെ ആത്മാവും. വിശുദ്ധ ബൈബിൾ ഈ രണ്ടിനെക്കുറിച്ചും വളരെ സവിസ്തരമായി നമ്മളോട് പറയുന്നുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മുടെ ചിന്തകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതായ അനേക ഗുപ്തമായ കാര്യങ്ങൾ ഇതിലുണ്ട് എന്നുള്ളതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും ഇതിനെ ഗ്രഹിക്കുവാൻ സാധ്യമല്ല. എന്നാൽ വിശുദ്ധ ബൈബിൾ നമുക്ക് തരുന്നതായ ഇതിനെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ നമ്മൾ അറിയാതെയും ഇരിക്കരുത്. അതുകൊണ്ട് ഇത് നമ്മൾ അപ്രകാരമുള്ള ആ വേദഭാഗത്തിലേക്ക് തന്നെ പ്രവേശിക്കുകയാണ്. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 23-ാം വാക്യം. സമാധാനത്തിന് ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനിന്ദ്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. ഇവിടെ നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും, ഈ 3 കാര്യങ്ങൾ പറയുന്നത് മുഴു മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിലാണ്, അല്ലെങ്കിൽ മുഴു വ്യക്തിത്വം, ഓൾ പേഴ്സൺ. അപ്പോൾ ഈ ഓൾ പേഴ്സണിൽ വരുന്ന 3 ഘടകങ്ങളാണ് ആത്മാവ്, പ്രാണൻ, ദേഹം പറയും. വിശുദ്ധ ബൈബിളിൽ പലയിടത്തും ഈ ക്രമീകൃതമായ നിലയിലുള്ള ഈ ഘടകങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആത്മാവും പ്രാണനും ദേഹവും. ഇവിടെ പ്രാണൻ എന്ന് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ദേഹിയെ കാണിക്കുകയാണ്, അഥവാ സോൾ എന്ന് പറയും. ഇംഗ്ലീഷിൽ നമ്മളിത് പറഞ്ഞാൽ ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ്. ഈ വാക്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട അർത്ഥം, സമാധാനത്തിന് ദൈവം നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലുള്ള ഈ 3 ആളത്വങ്ങളിലും, അല്ലെങ്കിൽ ഈ 3 ഘടകങ്ങളിലും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു വാക്യത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമാം വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നമ്മുടെ ശരീരം മാത്രമല്ല കാക്കപ്പെടേണ്ടത്, ദൈവം നമ്മളിൽ നൽകിയതായ ദേഹിയും ആത്മാവും കാക്കപ്പെടണം, സോളും സ്പിരിറ്റും കാക്കപ്പെടണം. അപ്പോൾ വിശുദ്ധ ബൈബിളിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഈ മനുഷ്യൻ്റെ ഘടകങ്ങളിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളെയാണ് നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതിനായി നമുക്ക് മറ്റ് ചില വേദഭാഗങ്ങളിലൂടെ എടുക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്ന കാര്യം നമ്മുടെ ദേഹിയെക്കുറിച്ചാണ്. നമ്മുടെ ശരീരത്തെക്കുറിച്ച് നമുക്കറിയാം. നമ്മുടെ ശരീരത്തെ നമ്മൾ അനുഭവിക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ്. ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് നമ്മൾ നമ്മുടെ ശരീരത്തെ അനുഭവിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ ദേഹിയെ നമ്മൾ അനുഭവിക്കുന്നത് എപ്രകാരമാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കാൻ പോകുന്നത്. തുടർന്ന് നമ്മൾ ആത്മാവിനെക്കുറിച്ചുള്ള ചിന്തകളിലേക്കും കടന്നു വരും. ദേഹി എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമാനിറ്റിയാണ്, നമ്മുടെ മനുഷ്യത്വമാണ് ഈ ദേഹി എന്ന് പറയുന്നത്. ദേഹിയെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. കാരണം നമ്മുടെ ശരീരത്തിന് കണ്ണ് എപ്രകാരമാണോ അതുപോലെ തന്നെ നമ്മളുടെ ബുദ്ധി എന്ന് പറയുന്നതും ഈ ദേഹിയുടെ കാഴ്ചയാണ്. ഈ ബുദ്ധിയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. മനുഷ്യൻ്റെ വിവേകമെല്ലാം തന്നെ ഈ ബുദ്ധിയിൽ കേന്ദ്രീകരിച്ചാണല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം എന്താണ് ഈ ദേഹിയെക്കുറിച്ച് പറയുന്നത്? എബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യത്തിലേക്ക് നമുക്കിന്ന് കടക്കാം. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തിലുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും
വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനകളെയും പാപങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളിലുണ്ട്. നമ്മൾ തെസ്സലോനിക്ക ലേഖനത്തിൽ വായിച്ചതുപോലെ നമ്മളുടെ ഓൾ പേഴ്സൺ, നമ്മുടെ മുഴുവൻ വ്യക്തിത്വത്തിൽ എങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം പ്രവർത്തിക്കുന്നതെന്നാണ് ഈ എബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യം വ്യക്തമാക്കുന്നത്. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി. നോക്കണേ, ദൈവത്തിൻ്റെ വചനത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു വ്യക്തിത്വമുണ്ട്. അത് ജീവനുള്ളതാണ്, അത് ചൈതന്യമുള്ളതാണ്, അത് ഇരുവായ്ത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചേറിയതാണ്. അതായത് എന്തിനു വേണ്ടിയാണ് ദൈവവചനമെന്ന ഈ ആത്മാവിൻ്റെ വാള് മൂർച്ചയുള്ളതായിരിക്കുന്നത്? അത് പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചിടുന്നു. ഇവിടെ സന്ധിമജ്ജകൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ കാണിക്കുന്നു. അടുത്തത് പ്രാണൻ എന്നുള്ളത് നമ്മുടെ ദേഹിയെ കാണിക്കുന്നു. ആത്മാവ് എന്ന് പറയുന്നത് ദൈവദാനമായി നമ്മളിൽ ദൈവം നൽകിയിരിക്കുന്ന ദൈവാംശമുള്ളതായ അല്ലെങ്കിൽ ദൈവത്തോട് ബന്ധപ്പെടുന്നതായ ആ ഘടകത്തെ ആത്മാവ് കാണിക്കുന്നു. നോക്കണേ, ഈ കാര്യങ്ങളെല്ലാം തന്നെ വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതാണ് ഈ ദൈവത്തിൻ്റെ വചനം. പലപ്പോഴും നമ്മൾ ചിന്തിക്കുമായിരിക്കാം, ഈ ശരീരവും ഈ ദേഹിയും അതുപോലെ ഈ ആത്മാവും എല്ലാം ഒരുമിച്ചാണോ? അല്ല, ഒരുമിച്ചല്ല. ഇവയെല്ലാം നമ്മൾ ഒരുമിച്ച് പറയുന്നെങ്കിലും ഇവയെല്ലാം തന്നെ വേർപിരിക്കുവാൻ ശക്തിയുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. അവസാന ഭാഗത്ത് നമ്മളിങ്ങനെ കണ്ടല്ലോ, ഹൃദയത്തിലെ ചിന്തനകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. അതുകൊണ്ടാണ് മനുഷ്യൻ്റെ ചിന്തകളെ മുഴുവനും വിവേചിച്ചറിയുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് ശക്തിയുണ്ട്. അതായത് ദൈവത്തിന് കഴിയും. അതുകൊണ്ട് മനുഷ്യൻ തൻ്റെ ഹൃദയത്തിൽ എന്ത് നിരൂപിച്ചാലും ആ നിരൂപണങ്ങളെ അറിയുന്നതാണ് ദൈവം എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. നമ്മളുടെ ദേഹിയിലാണ് നമ്മൾ പല കാര്യങ്ങളും ചിന്തിക്കുന്നത്. ഈ ദേഹിയിലാണ് നമ്മുടെ മനസ്സ് എന്നുള്ളതായ ഘടകം ഇരിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യൻ്റെ മനസ്സിലെ നിരൂപണങ്ങൾ മുഴുവനും ദൈവത്തിന് അറിയാൻ സാധിക്കും. ഇസ്രയേലിൻ്റെ അടുത്ത രാജാവായി ഒരുവനെ അഭിഷേകം ചെയ്യുവാൻ ഇശ്ശായി എന്ന് അറിയപ്പെടുന്നതായ വ്യക്തിയുടെ ഭവനത്തിലേക്ക് ശമൂവേൽ പ്രവാചകൻ കടന്നു പോകുമ്പോൾ ദൈവം ശമൂവേൽ പ്രവാചകനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നീ അവരുടെ, അതായത് ഇശ്ശായിയുടെ മക്കളുടെ ശരീരപ്രകൃതിയോ അവരുടെ സൗന്ദര്യമോ അവരുടെ വർണ്ണമോ ഒന്നും നീ നോക്കരുത്. മറിച്ച് ദൈവം ഹൃദയങ്ങളെ പരിശോധിക്കുന്നു. അപ്പോൾ ദൈവം ഇന്നും അങ്ങനെയാണ്. ദൈവം നോക്കുന്നത് നമ്മളുടെ ബാഹ്യമായ അപ്പിയറൻസ് അല്ല, മറിച്ച് ദൈവം നോക്കുന്നത് നമ്മുടെ ഹൃദയത്തെയാണ്. ഒരുപക്ഷെ നമുക്ക് ബാഹ്യ ശരീരം കൊണ്ട് മറ്റുള്ളവരെ നമ്മൾ പ്രീതിപ്പെടുത്തുവാനും നമുക്ക് നമ്മളെ തന്നെ അഡ്വർടൈസ് ചെയ്യാനൊക്കെ കഴിയുമായിരിക്കാം. പക്ഷേ ദൈവം ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നതായ ദൈവമാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 28-ാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട, ദേഹത്തെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവേ. ഇന്ന് ആളുകൾ പിശാചിനെ ഭയപ്പെടാൻ എന്താണ് കാരണം? പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്നു പിശാചിനെ ഞങ്ങളെ നശിപ്പിക്കുവാൻ ഉള്ള അധികാരമുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ദൈവത്തിൻ്റെ വചനം പറയുന്നു പിശാചിനെ നിങ്ങൾ ഭയപ്പെടേണ്ട. കാരണം പിശാചിന് നിങ്ങളുടെ ദേഹത്തെ കൊല്ലാൻ മാത്രമേ കഴിയത്തുള്ളൂ. നിങ്ങളുടെ ശരീരത്തെ നശിപ്പിക്കാൻ മാത്രമേ കഴിയത്തുള്ളൂ. നിങ്ങളുടെ ശരീരത്തെ ബാധിക്കാൻ മാത്രമേ കഴിയത്തുള്ളൂ. പക്ഷേ നിങ്ങളുടെ ദേഹിയെ ഒന്നും ചെയ്യുവാൻ ഒരാൾക്ക് പോലും കഴിയത്തില്ല. അത് പിശാചിനാണെങ്കിലും അതേപോലെ തന്നെ അത് ഏതെങ്കിലും ഒരു മനുഷ്യനാണെങ്കിലും നമ്മുടെ ദേഹിയെ, അതായത് നമ്മളുടെ സോളിനെ നശിപ്പിക്കുവാൻ ആർക്കും കഴിയത്തില്ല. പക്ഷെ അതിന്മേൽ അധികാരമുള്ളവൻ ദൈവമാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ദൈവത്തെ ഭയപ്പെടണം. യെഹെസ്കേലിന്റെ പുസ്തകം 18-ാം അധ്യായം 4-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. സകല ദേഹികളും എനിക്കുള്ളവർ, അപ്പൻ്റെ പ്രാണനും മകൻ്റെ പ്രാണനും ഒരുപോലെ എനിക്കുള്ളത്. പാപം ചെയ്യുന്ന ദേഹി മരിക്കും എന്നുള്ളത് വളരെ വ്യക്തമായി പറയുന്നു. അപ്പോൾ ഈ ദേഹിക്ക് മരണമുണ്ട്. ഈ ദേഹിയുടെ മരണം എന്ന് പറയുന്നത് നമ്മളുടെ പാപപ്രവൃത്തികളാണ്. അതുകൊണ്ട് ഇവിടെ വിശുദ്ധ വേദപുസ്തകം വളരെ സംശയമില്ലാതെ തന്നെ പ്രഖ്യാപിക്കുന്നു, പാപം ചെയ്യുന്ന ദേഹി മരിക്കും നിശ്ചയം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ദേഹി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമ്മൾ ഈ ദേഹിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, നമ്മളിൽ എപ്രകാരമുള്ള പ്രവർത്തനമാണ് ഈ ദേഹി ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതാണ്. പലപ്പോഴും നമ്മുടെ ദേഹിയെക്കുറിച്ചുള്ള കാര്യങ്ങളിൽ നമ്മൾ വളരെ അജ്ഞതയുള്ളവരാണ്. നമ്മളെപ്പോഴും ശരീരത്തിന് പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട് ശരീരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോഴും ആത്മീയ കൂട്ടായ്മകൾ സംബന്ധിക്കുമ്പോഴും
ആളുകൾ പൊതുവെ അവരുടെ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സന്ദേശമാണ് അവർ ശ്രദ്ധിക്കാൻ ഇഷ്ടപ്പെടുക. പക്ഷെ നമ്മളിലുള്ള മറ്റ് പ്രധാനപ്പെട്ട 2 ഘടകങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കർത്താവ് യേശുക്രിസ്തു തന്നെ പറഞ്ഞല്ലേ, ഒരുവൻ സർവ്വലോകം നേടിയാലും അവൻ്റെ സോളിനെ, സോൾ എന്ന് ഉദ്ദേശിക്കുന്നത് അവൻ്റെ ദേഹിയെ അവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്ക് ഈ ദിവസങ്ങളിൽ നമ്മുടെ ശരീരത്തേക്കാൾ ഉപരി നിലനിൽക്കുന്നതായ, നിത്യത്തിലേക്ക് പോകുന്നതായ നമ്മുടെ സോളിനെക്കുറിച്ച്, നമ്മുടെ ദേഹിയെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുവാനും പഠിക്കുവാനും നമുക്ക് നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. ഈ ദിവസങ്ങളിൽ ആ ചിന്തകളിലൂടെ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നു. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വ്യക്തിത്വത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ ഞങ്ങളുടെ വ്യക്തിത്വം ദേഹം, ദേഹി, ആത്മാവ് എന്നീ 3 ഘടകങ്ങളാൽ ആണ് എന്നുള്ള ആ വലിയ വസ്തുത വിശുദ്ധ ബൈബിളിൽ നിന്നും, പ്രത്യേകിച്ച് തെസ്സലോനിക്ക ലേഖനത്തിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനിടയായി തീർന്നു. കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ അനിന്യമാവണ്ണം ഞങ്ങളുടെ മുഴുവൻ വ്യക്തിത്വത്തോടും കൂടെ ആയിരിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ആയതിനായി ഈ വചനഭാഗങ്ങളൊക്കെയും എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർക്ക് ഒരു അനുഗ്രഹമാക്കി അങ്ങ് മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചന ചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ആൾ.